അക്യൂട്ട് പൾമണറി എഡിമ ഫ്ലൂയിഡ് അക്യുമുലേഷൻ അറൗണ്ട് ദി ആൽവിയോളാർ സ്പേസിനെയാണ് അക്യൂട്ട് പൾമണറി എഡിമ എന്നുകൊണ്ട് പറയുന്നത്. അബ്നോർമലി ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആവുക, എക്സസീവായിട്ട് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആവുക എന്നതിനെയാണ് അക്യൂട്ട് പൾമണറി എഡിമ എന്ന് പറയുന്നത്. കാർഡിയോജനിക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ ആകാം, അല്ലെങ്കിൽ എക്സസീവ് ഹൈപ്പർ ടെൻഷൻ ആകാം. നോൺ കാർഡിയോജനിക്കിൽ പൾമണറി ഇൻഫെക്ഷൻസ്, ഏതെങ്കിലും പൾമണറി ഇൻഫെക്ഷൻസ് ഫർദർ ഡീറ്റോറിയേറ്റ് ആവുകയും അതിൻ്റെ കോംപ്ലിക്കേഷൻ്റെ ഫലമായിട്ട് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആകാം. അല്ലാന്നുണ്ടെങ്കിൽ ടോക്സിൻസ് മുഖാന്തരം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇഞ്ചുറി അല്ലെങ്കിൽ ട്രോമ ടു ദ ചെസ്റ്റ്, സെപ്സിസ്, ഇതെല്ലാം ഈ പൾമണറി എഡിമയിലേക്ക് ലീഡ് ചെയ്യും. പേഷ്യൻസിന് ഓർത്തോപീനിയ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓർത്തോപീനിയ എന്ന് പറഞ്ഞാൽ ലൈങ് ഡൗൺ പൊസിഷൻ അല്ലെങ്കിൽ സുപ്പൈൻ പൊസിഷനിൽ പേഷ്യൻറ്റിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുകയും സിറ്റിംഗ് അപ്പിൽ അത് റിലീവ് ആവുകയും ചെയ്യുന്നു. അതാണ് മെയിനായിട്ടുള്ള ഒരു സിംറ്റംസ് കാണിക്കുന്നത്. അതുകൂടാതെ തന്നെ ഹാർട്ട് ഫെയിലിയറിൻ്റെ സിംറ്റംസ് കാണിക്കാം. ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, ലെഗ്സിൽ വെള്ളം അടിയുക അല്ലെങ്കിൽ എഡിമ ഉണ്ടാവുക. നമ്മൾ ഓസ്കൾട്ടേഷൻ, നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് വെറ്റ് ക്രാക്കിൾസ് കേൾക്കാൻ പറ്റും. പ്ലസ് വീസിങ്ങും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റോങ്കി സൗണ്ട് ഉണ്ടായിരിക്കാം. പെർക്കഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡൾനെസ് ഓഫ് ദി ഏരിയ ഫീൽ ചെയ്യാം. ആൻഡ് ഡിറ്റോറിയേഷൻ്റെ സൈൻസ്, ഫർദർ ഡിറ്റോറിയേഷൻ ആകുന്നത് അനുസരിച്ച് ഡിറ്റോറിയേഷൻ്റെ സൈൻസും വരാം. സൈനോട്ടിക് സ്കിൻ ആകാം, ഡയാഫോറസിസ്, ത്രെഡി പൾസ്, ഇതെല്ലാം സൈൻസ് ആൻഡ് സിംറ്റംസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ നമുക്ക് മെയിനായിട്ട് എക്സ്റേ അല്ലെങ്കിൽ CT സ്കാൻ, അതിൽ നമ്മൾക്ക് ലങ്സിൻ്റെ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ലങ്സിൻ്റെ കൊളാപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ECG, ഡിസ്റിഥമിയ മനസ്സിലാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കോകാർഡിയോഗ്രാഫി ആൻഡ് ഫുൾ ബ്ലഡ് കൗണ്ട്, അനീമിയ, ഇലക്ട്രോലൈറ്റ്, യൂറിയ, ക്രിയാറ്റിനിൻ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ട്രോപ്പോണിൻ്റെ ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യുക, മയോകാർഡിയൽ ഇഞ്ചുറി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. മാനേജ്മെൻറ്റിൽ മെയിനായിട്ട് ഓക്സിജൻ തെറാപ്പിയിൽ 92% എബവ് ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഐദർ നെസൽ ക്യാനുല അല്ലെങ്കിൽ ഫേഷ്യൽ മാസ്ക് ഉപയോഗിച്ച് ഓക്സിജൻ ഡെലിവർ അക്കോർഡിംഗ് ടു ദ പേഷ്യൻ്റ് കണ്ടീഷൻ ഓക്സിജൻ ഡെലിവർ ചെയ്യുക. പിന്നെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ലെവൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ട്രസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി അറസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ മെക്കാനിക്കൽ വെന്റിലേഷനിലൂടെയോ അല്ലെങ്കിൽ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷനിലൂടെയോ നമുക്ക് എയർവേ